നമ്മൾ വെള്ളം കുടിക്കാനായിട്ട് പൈപ്പ് തുറക്കുമ്പോൾ എന്താ സംഭവിക്കുക? വെള്ളം പൈപ്പിനുള്ളിലൂടെ പുറത്തേക്ക് വരും. അതായത് വാട്ടർ ഫ്ലോസ് ത്രൂ ദ പൈപ്പ്. അതുപോലെയാണ് ഇത് കണ്ടോ, സൂര്യപ്രകാശം ആ ടൈൽസിന്റെ ഇടയിൽ നിന്ന് താഴേക്ക് വരികയാണ്. ദ സൺലൈറ്റ് ഇസ് കമ്മിങ് ത്രൂ ദ ടൈൽസ്. അതെന്തുകൊണ്ടാണ് ടൈൽസിന്റെ ഇടയിൽ കൂടെ വരുന്നത്? അതിന്റെ ഇടയിൽ ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ദർ ഇസ് എ ഗ്ലാസ് പ്ലേസ്ഡ് ഇൻ ബിറ്റ്വീൻ ദ ടൈൽസ്. There is a glass placed in between the tiles. Hence, അതുകൊണ്ട് the sunlight comes through the tiles. ടൈൽസിന്റെ ഇടയിൽ ഒരു ഗ്ലാസ് ഉള്ളത് കൊണ്ട് സൂര്യപ്രകാശം അതിന്റെ ഇടയിലൂടെ വരുന്നു. അപ്പം എന്തിന്റെങ്കിലും ഇടയിലൂടെ വരുന്നു എന്ന് പറയേണ്ടത് ഇങ്ങനെയാണ്: the sunlight comes through the glass because there is a glass placed in between the tiles. ഈ സൂര്യപ്രകാശം ഈ ഗ്ലാസിന്റെ ഇടയിലൂടെ വരുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണ്? ദ റൂം ഇസ് ബ്രൈറ്റ്ലി ലിറ്റ്. മുറിക്കുള്ളിൽ നല്ല പ്രകാശമുണ്ട്. ദ റൂം ഇസ് ബ്രൈറ്റ്ലി ലിറ്റ് ബിക്കോസ് ദ സൺലൈറ്റ് കംസ് ത്രൂ ദ ഗ്ലാസ്. ദ ഗ്ലാസ് ഇസ് പ്ലേസ്ഡ് ഇൻ ബിറ്റ്വീൻ ദ ടൈൽസ്. 1-2 വാചകങ്ങളായി. അതുകൊണ്ട് ഇത് തീർച്ചയായും എഴുതി തന്നെ വെക്കണം. രണ്ടാമതും കേട്ട് നോക്കുക, റൈറ്റ് ഇറ്റ് ഡൗൺ, പറഞ്ഞു നോക്കുക. അതുപോലെ അടുത്ത തവണ വെള്ളം പൈപ്പിനുള്ളിൽ നിന്ന് വരികയാണെങ്കിലോ സൂര്യപ്രകാശം ഇതുപോലെ സ്ട്രീം ചെയ്ത് വരികയാണെങ്കിലോ പറയണം: The sunlight is coming through the roof. So watch Simple English and learn English with Surya.